അച്ഛൻ കണ്ടുപിടിച്ച പെണ്ണാണോ അമ്മ കണ്ടുപിടിച്ച പെണ്ണാണോ ബ്രോയ്ക്ക് ചേരുക? എല്ലാരും അഭിപ്രായം പറ. തനി തങ്കവും തങ്കത്തില് പൊതിഞ്ഞതും വെച്ചിട്ട് ഏതാ ബെസ്റ്റ് എന്ന്. ആ അല്ലെങ്കിലും ഈ ഇന്ത്യക്കാർക്ക് സെർവൻസിനോട് കുറച്ച് മമത കൂടുതലാണ്. പറയുന്നത് കേട്ടാ തോന്നും നിന്നെ പറ്റത് ഏതോ മാതാമയാണെന്ന്. എന്റെ വയറ്റിൽ തന്നെയല്ലേടി നീ പറഞ്ഞത്. രണ്ടുപേരുടെയും നിറവും ചന്തമൊന്നും ഞാൻ തൂക്കി നോക്കിയിട്ടില്ല. അപ്പിയറൻസ് നോക്കിയിട്ടല്ല ഒരു പെണ്ണ് കൊള്ളാവുന്നതാണോ കൊള്ളാത്തതാണോ എന്ന് തീരുമാനിക്കുന്നത്. അതിന് കുറെ ഘടകങ്ങളുണ്ട്. ആ എന്തൊക്കെയാണാവോ ആ ഘടകങ്ങൾ? ഒന്ന് പറഞ്ഞു തന്നാ ഉപകാരമായിരുന്നു. ഞാൻ പറഞ്ഞു തരാം നിനക്ക്. ജാസ്മിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. കയ്യൊന്ന് നീട്ടോ. കയ്യിലല്ല മൈലാഞ്ചി ഇടേണ്ടത്. കയ്യിലല്ലാതെ പിന്നെ മൂക്കിലാണോ മൈലാഞ്ചി ഇടുന്നത്? കാലിൽ. ഇവളുടെ കാലില്. ചിത്രപ്പണികളൊന്നും വേണ്ട, ബോർഡർ വരച്ചാ മതി ചുറ്റും. ചെരുപ്പിടുമ്പോ കാല് കാണാൻ നല്ല ഭംഗിയുണ്ടാവണം. മികച്ചത് കണ്ടെത്തുന്നതിന്റെ മാനദണ്ഡം എന്താണെന്ന് ഗാർഗി ചോദിച്ചില്ലേ? ഒരാൾ കാല് നീട്ടിക്കൊടുക്കുന്നു, ഒരാൾ ആ കാലിൽ വരയ്ക്കുന്നു. വിശാലിന്റെ ഭാര്യയാകാനുള്ള അന്തസ് ഇതിലാർക്കാനുള്ളതെന്ന് നീ തന്നെ പറയും. അച്ഛമ്മേ, ഇത് കണ്ടോണ്ട് നിക്കണോ അച്ഛമ്മ? ഈ വീട്ടിലെ മരുമോളാ ഇത്. പാർവതിക്ക് ഇവളുടെ കാല് തൊടാനിട വന്ന പാർവതിക്ക് മാത്രമല്ല അപമാനം, വിശാൽ ബ്രോയ്ക്ക് കൂടിയാ. എന്തിന്? ഈ കുടുംബത്തിന് തന്നെ ഒരു അപമാനമല്ലേ? അച്ഛമ്മേ, ഒരിക്കലും ഇതിനെ സമ്മതിക്കരുത്. അച്ഛമ്മ എന്തു പറഞ്ഞാലും പാർവതി അനുസരിക്കും. ഇവള് ശപിച്ചില്ലെങ്കിലും ദൈവം ഈ കുടുംബത്തിനെ ശപിക്കും. അച്ഛമ്മയുടെ മുന്നിൽ വെച്ചാ ഇവർ ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന. അതിവിടെ വെച്ചിട്ട് ഇറങ്ങി പോവാൻ പറ പാർവതിയോട്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മോളെ? മാതാമ്മമാരുടെ നാട്ടിൽ നിന്ന് വന്ന എന്റെ ഈ മോള് ഈ അമ്മയുടെ വാക്കിന് എന്തെങ്കിലും വില കൽപ്പിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? ഈശ്വരന്മാര് ശപിക്കുകയാണെങ്കിൽ, ഈ കുടുംബം ഒന്നടങ്കം മുടിയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് അനുഭവിക്കാം. അല്ലാതെ ഞാൻ എന്താ പറയുക? എടി വരക്കടി, വരക്കടി അങ്ങോട്ട്.
പാർവതി കാലിൽ തൊടുമ്പോ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. അങ്ങനെ വരുന്നവരുടെ കാലിൽ മാത്രമേ തൊടാൻ പാടുള്ളൂ. ജാസ്മിന്റെ കാലുകൾ നീ തൊടുമ്പോൾ നിന്റെ നാശത്തിലേക്കുള്ള വഴികൾ ആലോചിക്കുമായിരിക്കും അവൾ. എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും അവളുടെ കാലുകൾ നീ തൊടരുത് പാർവതി. എന്താ ആലോചിച്ചിരിക്കുന്നത്? വരക്കടി അങ്ങോട്ട്. പാർവതി, നിന്റെ താലി ഭാഗ്യം നിലനിർത്താൻ വേണ്ടിയാണ് നീ എല്ലാ കഷ്ടപ്പാടുകളും അപമാനങ്ങളും സഹിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവത്തിന്റെ ശാപം സമ്പാദിച്ചവളവള്. അവളുടെ കാലുകൾ നീ തൊട്ടാൽ ഏത് ഗംഗയിൽ പോയി നീ മുങ്ങിയാലും ആ അശുദ്ധി മാറില്ല. അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും നിന്നെ കൊണ്ട് ഞങ്ങളത് ചെയ്യിക്കും. കാലിലും മൈലാഞ്ചിടലും മാത്രമല്ല, നിന്നെ കൊണ്ട് പലതും ചെയ്യിക്കും. അതിനിടവരുത്താതിരിക്കുന്നതാ നിനക്ക് നല്ലത്. വരക്കടി അങ്ങോട്ട്. പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? ശരിക്കും ബോർഡർ വരച്ചു. കാലിന് പകരം മുഖത്താണെന്ന് മാത്രം. ദൈവം ഉണ്ടെന്ന് പറയുന്നതേ വെറുതെ ഒന്നും അല്ല. പാർവതിയുടെ ദേഹത്ത് കൈവച്ച നീ വിവരം അറിയും. വിശാൽ, നീ ഇപ്പോഴും പാർവതിയാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ജാസ്മിന്റെ മുഖത്ത് ഇവള് മൈലാഞ്ചി വലിച്ചെറിഞ്ഞത് നീ കണ്ടില്ലേ? ഞാൻ എറിഞ്ഞതല്ല, എന്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ തെറിച്ചു പോയതാ. നിന്റെ കയ്യിന്ന് തെറിച്ചു പോയതാണെന്നോ? എങ്ങനെ? കയ്യിന്ന് ഒരു കാര്യമില്ലാതെ തെറിച്ചു പോവോ? എൻഗേജ്മെന്റ് മുടക്കാനുള്ള ശ്രമമോ ഇത്? വിശാൽ, ഇവൾ എന്ത് ചെയ്താലും നമ്മൾ മുന്നോട്ട് തന്നെ പോകുമെന്ന് നീ ഇവളോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. പാർവതി വിവാഹം മുടക്കാൻ ശ്രമിക്കുകയാണെന്നാണോ? വെറുതെ മണ്ടത്തരം പറയല്ലേ അമ്മേ. എന്നെ വേറെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചത് ഇവള് തന്നെയാ. എന്നെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ചീപ്പ് കളി കളിക്കേണ്ട ആവശ്യമൊന്നും പാർവതിക്കില്ല. ഇവളൊരു വാക്ക് പറഞ്ഞാൽ മതി, ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന്. ഞാൻ പിന്മാറിയിരിക്കും. അത് ഈ പാർവതിക്കും അറിയാം. ഇപ്പോഴും എനിക്കൊരു സിനിമാ ഡയലോഗാ നാവില് വരുന്നത്. വീണ്ടും വീണ്ടും തോൽക്കാനാണല്ലോ വിധി എന്റെ ഈശ്വരാ. ജയ എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നതും എന്നെ പിന്തിരിപ്പിക്കുന്നതും ഒക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ട്. പക്ഷേ
അവൾ എന്നോട് കാണിക്കുന്ന സ്നേഹം എന്നെ കുഴപ്പത്തിലാക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് ജയയുടെ പ്രശ്നമല്ല, എന്റെ തലവര അങ്ങനെ ആയിപ്പോയി. അത് കണ്ടിട്ട് എന്ത് ചെയ്താലും അതെനിക്ക് തന്നെ തിരിച്ചടിയാവുമെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. അനുഭവിക്കുക തന്നെ. ഞാനും അരവിന്ദൻ സാറും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാ ആ ഫോട്ടോ വീണ് പൊട്ടിയത്. ഈ എഴുത്ത് എന്റെ കയ്യിൽ എത്തിച്ചു തരാൻ വേണ്ടി മനഃപൂർവ്വം ജയ അത് തള്ളിയിട്ടതായിരിക്കുമോ? പ്രിയപ്പെട്ട ഏട്ടന്. ഓ, ഞാൻ തപ്പി പിടിച്ചത് വായിച്ചു വരുമ്പോഴേക്കും ഒരു നേരാവും. ഈ എഴുത്തിൽ വലിയ എന്തോ രഹസ്യമുണ്ട്. അതുകൊണ്ടാ ജയ ഇത് ഫോട്ടോയ്ക്ക് അടിയിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചത്. ആരെ കൊണ്ട് ഇതൊന്ന് വായിപ്പിക്കുക? ഏതൊരു ചേച്ചി വണ്ടി ഇടിച്ച് വീഴുന്നു. എനിക്കൊരു പരിചയമില്ലാത്ത ചേച്ചി. അവരെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഉദയന്നൂരമ്മ എനിക്ക് ആ കാഴ്ച കാണിച്ചു തന്നത്? ഞാൻ എവിടെ പോയി ആ ചേച്ചിയെ കണ്ടുപിടിക്കും? എന്റെ ഉദയന്നൂരമ്മ അപകടത്തിൽ പെടുന്നതിന് മുമ്പ് എനിക്ക് ആ ചേച്ചിയെ കാണിച്ചു തരണേ. എത്രയായി? ശ്രീകുട്ടന് കൊടുക്കാൻ ഒരു ബലൂൺ വാങ്ങാം. അവന് സന്തോഷാവും. ഇതെത്രയാ? 30. ആ, ഇത് മതി. ദാ. ശരി. ശോ. ചേച്ചി, ചേച്ചി മാറ്. റോഡിലൂടെ ഒരു ശ്രദ്ധയില്ലാതെ ഇങ്ങനെ ഓടാൻ പാടുണ്ടോ ചേച്ചി? ഞാന് ആ ബലൂണ് കുട്ടി വന്നില്ലായിരുന്നെങ്കിൽ നന്ദിയുണ്ട് കേട്ടോ. നന്ദി പറയേണ്ടത് എന്നോടല്ല, ഉദയന്നൂരമ്മയോടാ. ചേച്ചിക്ക് അപകടം വരുന്നെന്ന് ദേവി മുൻകൂട്ടി എനിക്ക് കാണിച്ചു തന്നതുകൊണ്ടാ എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത്. എനിക്ക് അപകടം പറ്റുമെന്ന് ദേവി മുൻകൂട്ടി കാണിച്ചു തന്നോ? സത്യ ചേച്ചി, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിനു മുമ്പും ഞാൻ ഇങ്ങനെ പലരെ രക്ഷിച്ചിട്ടുണ്ട്. അയ്യോ, എന്റെ എഴുത്തും പച്ചക്കറിയും. മോളെ, വാ നടക്ക.
ചേച്ചി എനിക്ക് എഴുത്തൊന്ന് വായിച്ചു തരുമോ? മലയാളമാണല്ലോ, കുട്ടിക്ക് വായിച്ചൂടെ? അത് പിന്നെ ഞാൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല. തപ്പി തടഞ്ഞു വായിച്ചാ ഒരുപാട് നേരെടുക്കും. അതുകൊണ്ടാ ഇത് എനിക്കൊന്ന് വായിച്ചു തരുമോ? ആ, പ്രിയപ്പെട്ട ഏട്ടന് അനിയത്തി ജയ എഴുതുന്നത്. തറവാട്ട് മഹിമയും സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കിയിട്ടാ ഏട്ടൻ എന്നെ വക്കീലിന്റെ മകന് വിവാഹം ചെയ്തു കൊടുത്തത്. ജതിന്റെ കൂടെയുള്ള എന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കുമെന്ന് ഏട്ടൻ വിശ്വസിച്ചു. പക്ഷെ നന്നായി ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കാറുള്ള ഏട്ടന് ഈ കാര്യത്തിൽ പിഴവ് സംഭവിച്ചു. ഏട്ടന്റെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് കരുതിയാ ഞാൻ ഇത്രയും കാലം മറച്ചു വെച്ചത്. ഏട്ടൻ വിശ്വസിക്കുന്നത് പോലെ ജതിനും ജാസ്മിനും പപ്പയും ഒന്നും തറവാടികളും സ്നേഹമുള്ളവരോ മാന്യമാരോ ഒന്നുമല്ല. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്തവരാണവർ. സ്നേഹമുള്ള ഒരു പുരുഷന്റെ കയ്യിൽ അനിയത്തെ ഏൽപ്പിച്ചുവെന്ന് സമാധാനിച്ചിരിക്കുമല്ലേ ഏട്ടൻ. പക്ഷെ സത്യം അതല്ല ഏട്ടൻ. ഈ വീട് എനിക്ക് നരകമാ. എന്റെ ഇവിടുത്തെ ജീവിതം നരക തുല്യമാ. ഏട്ടാ, പഴയ ആരോഗ്യമൊന്നും എനിക്കില്ല. ഇനി ഞാൻ അധികകാലം ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. ജതിൻ ദിവസവും വാങ്ങിത്തരുന്ന പൂക്കൾ അയാളുടെ സ്നേഹത്തിന്റെ അടയാളമാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ആ പൂക്കളുടെ ഗന്ധം എനിക്കിപ്പോ സഹിക്കാൻ കഴിയുന്നില്ല ഏട്ടാ. എന്റെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നുന്നു. എന്റെ ജീവന് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു സ്വാഭാവിക മരണമാണെന്ന് ഏട്ടനെ വിശ്വസിപ്പിക്കാൻ ജതിന്റെ പപ്പയ്ക്ക് കഴിയും. അയാള് വക്കീലാണല്ലോ. പക്ഷെ ഏട്ടനത് വിശ്വസിക്കരുത്. വൈകാതെ ഞാൻ മരിക്കുകയാണെങ്കിൽ ജതിനും ജാസ്മിനും അവരുടെ പപ്പയായിരിക്കും കാരണക്കാർ. ഏട്ടൻ അവരെ വെറുതെ വിടരുത്. ജയ, ജയ നീ എവിടെയാ? അല്ല, നീ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എത്ര നേരമായിട്ട് നിന്നെ കിടന്ന് വിളിക്കുക. നീ കരയുമായിരുന്നോ? എന്റെ ചക്കരക്കുട്ടി എന്തിനാ കരയുന്നത്? നിന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിക്കണമെന്ന് പറഞ്ഞതിനാണോ? എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഈ കാശ് വാങ്ങുന്നേ, നമുക്ക് വേണ്ടിയല്ലേ. പെണ്ണുമില്ല, പെടക്കോഴിയുമില്ല, പിന്നെന്തിനാ അയാൾക്ക് ഈ കാശെല്ലാം? മൊത്തത്തിൽ നമുക്കിങ്ങ് ഊറ്റിയെടുക്കാന്നേ. അയാൾ അറിയാനൊന്നും പോകുന്നില്ല. 1 ലക്ഷം രൂപ എടുത്തിട്ട് എന്റെ ചക്കരക്കുട്ടി വേഗം അങ്ങോട്ട് വന്നേ. ഞാൻ പുറത്തുണ്ടാവും. കുഴി പോലെ ഞാൻ ഇവിടെ കഴിയുന്നത്. എന്നെ ഇല്ലാതാക്കാനുള്ള സമയം 3 പേരും കൂടി നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഈ എഴുത്ത് എങ്ങനെ ഏട്ടന്റെ കയ്യിൽ എത്തിക്കുമെന്ന് എനിക്കറിയില്ല. ദാ വന്നു.